അതുവരെയുള്ള ഇവരുടെ ലൈഫ് ഒരു ചുവർ ചിത്രം പോലെ വരച്ചോണ്ടിരിക്കുന്ന എല്ലിക്ക് അവളുടെ അനിയന്മാരെ ഓർത്ത് വലിയ സങ്കടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കുരുത്തക്കേടിന് കയ്യും കാലും ഉണ്ടെങ്കിൽ അതിന് ഇവന്മാരുടെ രൂപമായിരിക്കും. ഇപ്പൊ തന്നെ കാണിച്ചു കൂട്ടുന്നേ കണ്ടില്ലേ? ഇവർക്കും ഇപ്പൊ ഒരു പരാതി തുടങ്ങിയിട്ടുണ്ട്. എല്ലി ഇവർ ഇത്രയും വളർന്നിട്ടും ഒരു കൊച്ചുകുട്ടിയോട് പെരുമാറുന്ന പോലാണ് ഇവരോട് പെരുമാറുന്നത്. ഇവർക്കൊരു കഴിവില്ല എന്ന് എപ്പോഴും പറയും. ഇവർക്ക് സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യാൻ സമ്മതിക്കത്തില്ല. എല്ലി കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം ഫുൾ എക്സ്പ്ലോർ ചെയ്യായിരുന്നു. അവൾക്ക് നമ്മുടെ കഴിവ് കാണിച്ചു കൊടുക്കണം എന്നും പറഞ്ഞ് തീരുമാനമെടുത്ത ഇവര് ഒരു മഞ്ഞുമല തന്നെ ഇടിച്ചു പൊടിച്ചു വീഴ്ത്തി. ഇതൊന്നും അറിയാതെ മാനിയും കൂട്ടരും ഒരിടത്ത് സ്വസ്ഥായിട്ടിരിക്കുമ്പോ സിഡ് പറയുക, ദേ മഞ്ഞ് സുനാമി വരുന്നു എന്ന്. മറ്റൊന്നുമല്ല, ക്രാഷും എഡിയും നേരത്തെ മറച്ചിട്ട ആ മഞ്ഞാണ് ഈ വന്നത്. ഇതിന്റെ പിറകിൽ ഇവന്മാരാണെന്ന് കണ്ടതും നമ്മുടെ മാനി അവരെ ഒരുപാട് വഴക്കു പറഞ്ഞു. ഒരു നിമിഷത്തേക്ക് പോലും ചുമ്മാ ഇരിക്കാൻ പറ്റത്തില്ലല്ലേ? എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ച് എന്തെങ്കിലും ഗുലുമാൽ ഒപ്പിച്ചു വെക്കും. മാനി പറയുന്നത് കേട്ട് ഡിയാഗോയും പറഞ്ഞു. അപ്പൊ എല്ലി പറഞ്ഞു, നിങ്ങളോട് ആരാ എന്നോട് ചോദിക്കാതെ പുറത്തോട്ട് പോകാൻ പറഞ്ഞത്? നിങ്ങൾക്കറിയത്തില്ലേ നിങ്ങൾ എവിടെ തൊട്ടാലും പ്രശ്നം ഉണ്ടാക്കുമെന്ന്? നിങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. ഇത് കേട്ടതും ക്രാഷിനും എഡിക്കും ദേഷ്യം പിടിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ കഴിവിനെ പറ്റി അറിയത്തില്ല, ഞങ്ങൾ കാണിച്ചു തരാമെന്നൊക്കെ അവന്മാരും പറഞ്ഞു. രാത്രി ആയപ്പോഴേക്ക് നമ്മുടെ മാനിയും എല്ലിയും ഒക്കെ ആ ദേഷ്യമൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലി മാനിയോട് ചൂടാവാണ്. നിങ്ങൾ എന്തെന്ന് വെച്ചാ എന്റെ അനിയന്മാരെ കയറി ഇത്രയ്ക്ക് അങ്ങ് വഴക്ക് പറഞ്ഞ് അവര് നല്ലതുപോലെ തന്നെ ജീവിക്കുന്നത്. നിങ്ങൾക്ക് അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് കുഞ്ഞുനാളിലെന്ന്. എനിക്ക് ആരും കൂട്ടിനുണ്ടായിരുന്നില്ല. അങ്ങനെ ആരോരും ഇല്ലാതിരുന്ന എനിക്ക് ഇവരുടെ അമ്മയാണ് ഒരു അഭയം തന്നത്. അങ്ങനെ ഞാൻ അവരുടെ കൂടെ ജീവിച്ചു വന്നു. കുറേ നാള് ഞങ്ങൾ സന്തോഷത്തോടെ ജീവിച്ചു. പക്ഷെ ഞങ്ങളുടെ അമ്മ ഒരിക്കൽ മരണപ്പെട്ടു. അന്ന് തൊട്ട് എനിക്ക് അവർക്ക് ഞാനുമായിട്ട് തന്നെ ജീവിച്ചു വന്നതാണ്. എന്നിട്ടല്ലേ നമ്മളൊക്കെ കണ്ടുമുട്ടിയത്. എന്നാലും നിങ്ങൾ അവരെ ഒത്തിരി ചീത്ത പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുമ്പോൾ മാനി സോറിയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവര് കിടന്ന് ഉറങ്ങി. എല്ലാവരും ഉറങ്ങി എന്നായപ്പോ ക്രാഷും എഡിയും എണീറ്റു. അങ്ങനെ ഞങ്ങളുടെ കഴിവ് ഞങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞു ആരും കാണാതെ അവിടെ നിന്ന് ഒളിച്ചോടുകയാണ്. പോകുന്നതിന് മുൻപ് പെങ്ങളെ ഞങ്ങൾ ഇനി കാണാൻ പറ്റത്തില്ല കേട്ടോ എന്നും പറഞ്ഞ് അവരവിടെ നിന്ന് ഓടിപ്പോയി. ഈ പോക്ക് എവിടേക്കാണ് പോയതെന്ന് പറയാമോ? നമ്മുടെ ബക്കിന്റെ നാട്ടിലേക്ക്, ആ ലോസ്റ്റ് വേൾഡിലേക്ക്. പിറ്റേ ദിവസം രാവിലെ എണീറ്റ എല്ലി ഇവിടെ ബഹളമൊന്നും കേൾക്കാഞ്ഞ് അല്ല ആ പഹയന്മാരെവിടെ എന്ന് ചോദിക്കാണ്. അപ്പോഴാണ് അവർ ഇവിടെ നിന്ന് രാത്രി തന്നെ സ്ഥലം വിട്ടു എന്ന് മനസ്സിലാവുന്നത്. ക്രാഷും എഡിയും ആവട്ടെ ഈ ലോസ്റ്റ് വേൾഡിലേക്കുള്ള ഹോളിലേക്ക് കടന്ന് ബക്കണ്ണന്റെ കൂടെ നമുക്ക് വളരെ അഡ്വഞ്ചറസ് ആയിട്ട് ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് അകത്തോട്ട് കയറി പോകുന്നുണ്ട്. അതും ഇതൊക്കെ പ്ലാൻ ചെയ്ത് പോകുന്ന ഇവന്മാരുടെ പിറകെ 2-3 റാപ്റ്റേഴ്സും വേറെ ഒരു ഡൈനോസറും കൂടി വരുന്നത് ഇവര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ റാപ്റ്റേഴ്സിനെ കണ്ടതും ഇവന്മാര് അവിടെ നിന്ന് ഓടടാ ഓട്ടം. ആ ഓട്ടം നേരെ ചെന്നിട്ട് ആ ലോസ്റ്റ് വേൾഡിലെ കാട്ടിലേക്ക് വീഴുന്നതിലാണ് അവസാനിക്കുന്നത്. അവിടെ നിന്ന് ഒരു വമ്പൻ 8 കാലി ഡൈനോസർ ഇവരെ പിടിക്കാനായിട്ട് വന്നു. എന്റെ അമ്മച്ചിയെ എന്നും പറഞ്ഞ ഓടിയ ഇവന്മാരെ പെട്ടെന്ന് ബക്ക് വന്ന് രക്ഷപ്പെടുത്താണ്. അല്ല പിള്ളേരെ, നിങ്ങൾ എന്താ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ വന്നേ? നിങ്ങൾ എന്തായാലും ഇവിടേക്ക് ടൂറിന് വന്ന സമയം കൊള്ളാം. ഒരുത്തനെ ഞാനൊരിടത്ത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. അവൻ ഇപ്പൊ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നൊക്കെയാ കേൾക്കുന്നേ. ഞാനിപ്പോ അവനെ പിടിക്കുന്ന തത്രപ്പാടിലായിരുന്നു. അതിനിടയ്ക്കാ നിങ്ങൾ കയറി വന്നേ. എന്തായാലും ഞാൻ നിങ്ങളെ തിരിച്ചയക്കാൻ നോക്കാം എന്നും പറഞ്ഞ് നമ്മുടെ ബക്ക് തൽക്കാലത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് ഒരു സ്ഥലത്തേക്ക് പോയി. ആരാണ് തിരിച്ചു വന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ബക്ക് പറഞ്ഞു കൊടുത്തു, ഓ അത് ഓർസോൺ എന്ന് പറയുന്ന ഒരു പുള്ളിയാ. അവൻ ആളത്ര ശരിയൊന്നുമല്ല. അല്ല നിങ്ങളുടെ കൂട്ടാളികളോട് പറഞ്ഞിട്ടാണോ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ക്രാഷും എഡിയും നുണ പറയാൻ അറിയാത്തത് കൊണ്ട് അല്ല, ഞങ്ങൾ അവിടെ നിന്ന് ഒളിച്ചോടിയതാ എന്ന് പറയുക. എന്നാ വേഗം നടക്ക്, ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ടാക്കി തരാം എന്ന് പറഞ്ഞ് ബക്ക് കൂട്ടിക്കൊണ്ടു പോകുമ്പോ ഇവര് വന്ന വഴി ആരോ അടച്ചിരിക്കുന്നു. നോക്കുമ്പോ നമ്മുടെ ബക്ക് നേരത്തെ സൂചിപ്പിച്ച ഒരു വില്ലനില്ലേ ഓർസോൺ, അവനാണ് ആ വഴി അടച്ചേക്കുന്നത്. എടാ ബക്കെ, നമ്മൾ തമ്മില് ഒന്ന് മുട്ടാനുണ്ടല്ലോടാ എന്നും പറഞ്ഞ് ഓർസോൺ വരുമ്പോ മുട്ടുകയൊക്കെ ചെയ്യാം, പക്ഷെ അതിന് ഇത് പറ്റിയ സമയമല്ല എന്ന് പറയാണ് നമ്മുടെ ബക്ക്. പക്ഷെ ഓർസോൺ അതിനൊന്നും തയ്യാറായിരുന്നില്ല. നിന്റെ കൂടെയുള്ള ഈ എലിക്കുഞ്ഞുങ്ങളില്ലേ, എലിക്കുഞ്ഞുങ്ങളല്ല ഞങ്ങള് പോസംസാ എന്നവന്മാര് വിളിച്ചു പറഞ്ഞെങ്കിലും ഓർസോൺ വീണ്ടും അവരെ കളിയാക്കിക്കൊണ്ടേയിരുന്നു. ഇവരെ എനിക്ക് തിന്നാൻ തരുവോടാ എന്ന് ചോദിക്കാണ് ഓർസോൺ. പിന്നെ നിങ്ങൾക്ക് ഇപ്പൊ അവരെ തിന്നാൻ കിട്ടാഞ്ഞിട്ടാ എന്ന് ബക്ക് പറഞ്ഞതും പെട്ടെന്ന് കുറെ റാപ്റ്റേഴ്സ് അവിടേക്ക് വന്നു, ഇവന്റെ കൂട്ടാളികള്. അങ്ങനെ ബക്ക് നമ്മുടെ പൊടിപ്പിള്ളേരുമായിട്ട് അവിടെ നിന്ന് ഓടിപ്പോയി. അവന്മാരെ പെട്ടെന്ന് കണ്ടുപിടിക്കണമെന്ന് ഓർസോൺ അവന്റെ കൂട്ടാളികളോട് പറയാണ്. ബക്ക് പറഞ്ഞു, തൽക്കാലത്തേക്ക് നമ്മളിവിടെ പെട്ടുപോയി, നിങ്ങളെ എന്റെ വീട്ടിലോട്ട് വാ എന്നും പറഞ്ഞ് നമ്മുടെ ബക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് അവരുടെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയപ്പോ പിള്ളേരാവട്ടെ അവിടെയും ഇവിടെയും തപ്പി നടന്ന് അടിപൊളി സെറ്റ് വീടാണല്ലോ എന്ന് പറയുന്നുണ്ട്.
ബക്ക് മകളെ പോലെ കാണുന്ന ഒരു മത്തങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങള് ഈ മത്തങ്ങയും പരിപാലിച്ച് ഇവിടെ അടങ്ങി ഒതുങ്ങി ജീവിച്ചോളാം അണ്ണ, ഞങ്ങൾക്ക് തിരികെ പോവണ്ട അണ്ണ എന്നൊക്കെ പറയുമ്പോൾ അവര് ഓക്കെ, തൽക്കാലത്തേക്ക് ഓക്കെ പറയുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ മാനിയും കൂട്ടരും ആണെങ്കിൽ ക്രാഷും എഡിയും പോയ കാൽപ്പാടെല്ലാം നോക്കിക്കൊണ്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നേരം നമ്മുടെ ബക്കിനോട് എന്താണ് ഓർസോണിന്റെ കഥ എന്ന് ഇവർ ചോദിച്ചു. അപ്പൊ പറഞ്ഞു കൊടുക്കാണ് നമ്മുടെ ബക്ക് എന്താണ് സംഗതി എന്ന്. അവൻ ഒരു പ്രോട്രോസ്കോപ്പ് ആണ്, അതായത് അത്തരത്തിലെ ഒരു ഡൈനോസർ ആണ്. അങ്ങനെ അവന് ഭയങ്കരമായിട്ടുള്ള വലിയ ബ്രെയിൻ ഉണ്ട്. ആ ബ്രെയിൻ ഉള്ളതുകൊണ്ട് അവൻ വിചാരിക്കുന്നത് ഈ നാട് ഭരിക്കേണ്ടത് അവനാണെന്നാണ്. ആദ്യമൊക്കെ ബക്ക് ഒരുപാട് ഭീഷണിയൊക്കെ കൊടുത്ത് അവനെ നിലയ്ക്ക് നിർത്തിയതാണ്. പിന്നീട് വാട്ടർ ഹോളിലേക്ക് വരുന്ന, അതായത് എല്ലാവരും നല്ല രീതിയിൽ ഒത്തൊരുമയോടെ വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലത്ത് വന്ന് വരെ കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെ അവൻ ആക്രമിക്കാൻ തുടങ്ങി. ഇവിടുത്തെ രാജാവാനൊക്കെ തുടങ്ങി. അതിന്റെ പേരിൽ ബക്കും കൂട്ടാളികളും കൂടി അവനെ ഒരു ലാവ കനാലിൽ കൊണ്ടുപോയിട്ടിട്ടു. അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്നാ വിചാരിച്ചത്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന റാപ്റ്റേഴ്സിനെ തീ കാണിച്ച് ഭീഷണിപ്പെടുത്തി അവിടെ നിന്ന് ആ റാപ്റ്റേഴ്സിന്റെ കൂടെ അവൻ വെളിയിലോട്ട് വന്നതാണെന്ന് പറയുന്നു. അതുകൊണ്ട് അവനെ ഇനി അടുത്ത തവണ പൂട്ടുന്നത് വരെ എനിക്ക് വിശ്രമമില്ല എന്നും ബക്ക് പറയാണ്. പെട്ടെന്നാണ് കൂട്ടിലേക്ക് എന്തോ സാധനം വീണത് ബക്ക് കേൾക്കുന്നത്. നോക്കുമ്പോൾ അത് 2 റാപ്റ്റേഴ്സ് ആയിരുന്നു. ബക്ക് ഇവന്മാരോട് മിണ്ടല്ലേ എന്ന് പറയുമ്പോൾ ഇവന്മാര് കൂടുതൽ ഒച്ച എടുത്തോണ്ടിരിക്കുകയാണ്. അങ്ങനെ ബക്ക് എടോ ഒന്ന് മിണ്ടാതിരിയടാ എന്ന് പറഞ്ഞതും റാപ്റ്റേഴ്സ് ഇവരെ കണ്ട് അവിടേക്ക് വന്നു. പെട്ടെന്ന് അവിടെ ഒരുമാതിരി ഒരു നാറ്റം വരുവാണ് കേട്ടോ. ഈ നാറ്റക്കേസുമായിട്ട് വന്നത് മറ്റാരുമല്ല, ബക്കിന്റെ ഫ്രണ്ട് ആയിട്ടുള്ള സീ ആയിരുന്നു. അങ്ങനെ സീ ആ റാപ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് ബക്കിനെയും ക്രാഷിനെയും എഡിയെ രക്ഷപ്പെടുത്തി വെളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഇവളെ എവിടെ പോയാലും നാറ്റക്കേസാക്കും, അങ്ങനെയാണ് ഇവള് പല സന്ദർഭങ്ങളിലും എന്നെ രക്ഷപ്പെടുത്താറുള്ളത് എന്ന് ബക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സിയെ ക്രാഷും എഡിയും പരിചയപ്പെട്ടു. ശേഷം ഇവര് ഓർസോണിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ബക്ക്, സീ, പിന്നെ 3 പേര് ഡൈനോസേഴ്സ് അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഇവർ 5 പേരും ചേർന്നാണ് ആദ്യം ഓർസോണിനെ തളച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ഫൈറ്റിനിടയിൽ ബക്കിന്റെ ബാക്കി ഫ്രണ്ട്സ് ഒക്കെ തന്നെ മരണപ്പെട്ടു പോയി. ഇതേ സമയം റാപ്റ്റേഴ്സ് ഞങ്ങൾക്ക് അവരെ കിട്ടിയില്ല എന്നും പറഞ്ഞ് ഓർസോണിന്റെ അടുത്തോട്ട് വരുമ്പോൾ നിങ്ങൾ 2 പേര് പോരാ, എനിക്കൊരു റാപ്റ്റർ പട തന്നെ വേണമെന്ന് ഓർസോൺ പറയാണ്. ഇന്നേരത്ത് നമ്മുടെ ബക്ക് സിയോട് പറയുന്നുണ്ട്, നീ എന്നെ രക്ഷപ്പെടുത്താൻ വന്നതിന്റെ ഉദ്ദേശം എന്താ? അതായത് ബക്കിന് കുറച്ചൊരു ഈഗോ ഉള്ള പാർട്ടിയാണ്. അപ്പോ സീ വന്ന് രക്ഷപ്പെടുത്തിയപ്പോ അവന്റെ മുന്നിൽ, അതായത് ഒരു ചെറിയ താഴ്ന്നു പോയോ എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു തോട്ട് അവന് വരുന്നുണ്ട്. അതൊന്നും നോക്കണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവര് വാട്ടർ ഹോളിനരികിൽ പോയപ്പോ പെട്ടെന്നാണ് ഓർസോണും അവന്റെ റാപ്റ്റർ പടയും കൂടെ അവിടേക്ക് വരുന്നത്. അങ്ങനെ അവിടെയുള്ള കുഞ്ഞു കുഞ്ഞു മൃഗങ്ങളെയൊക്കെ തന്നെ ഇവരിങ്ങനെ ആക്രമിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ അവിടെയുള്ള മൃഗങ്ങളെയൊക്കെ ഒത്തൊരുമിച്ച് ചേർത്ത് തൽക്കാലത്തേക്ക് ഓർസോണിനെ ഇവരിവിടെ നിന്ന് ഓടിപ്പിച്ച് വിടുന്നുണ്ട്. അങ്ങനെയൊന്നും ഇവൻ തോറ്റുടുന്ന മട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒറ്റയ്ക്കാണെങ്കിലും അവനെ നേരിടാനായിട്ട് പറ്റത്തില്ല. കാരണം അവനൊരു വലിയ റാപ്റ്റർ പടയായിട്ടാണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിന് ഇവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഒരാളുണ്ട്. ആ ആളെ കണ്ടെത്താൻ വേണ്ടി ഇവിടെയുള്ള തടാകത്തിനരികിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബക്ക് ഒരു ബോട്ട് എടുത്തു. അപ്പൊ സീ പറയാണ്, ഈ ബോട്ട് ഡിസൈൻ ചെയ്തത് ഞാനാണ്. ബക്ക് പറഞ്ഞു, അവള് ഡിസൈൻ ചെയ്തിട്ടേ ഉള്ളൂ, ഞാനാണ് ഇത് ഉണ്ടാക്കിയെടുത്തേന്ന്. അങ്ങനെ ഈ സ്ഥലത്ത് നിന്ന് അവർ ആ ബോട്ടിൽ കയറി യാത്ര തിരിക്കാനായിട്ട് തുടങ്ങാണ്. ഈ സമയത്തൊക്കെയും ക്രാഷിന്റെയും എഡിയുടെയും സംശയം ഇവര് തമ്മിൽ ഇനി ലവേഴ്സ് ആണോ എന്നാണ്. പക്ഷെ കണ്ണിന് നേരെ കണ്ട കീരികളുടെയും പാമ്പിന്റെയും സ്വഭാവം കാണിക്കുന്ന ഇവരെ എങ്ങനെ ലവേഴ്സ് ആവാനാ എന്ന് കണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാവും. അങ്ങനെ അതും ഇതൊക്കെ പറഞ്ഞ് ഇവരങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഏകദേശം രാത്രിയായി. ഇതേ സമയം നമ്മുടെ മാനിയും കൂട്ടരും ഇപ്പോഴും അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ എന്ന വിഷമത്തിലാണ്. രാത്രിയായപ്പോൾ ബക്കിന് നല്ല ഉറക്കം വരികയാണ്. ക്രാഷിനും എഡിക്കും രാത്രി കണ്ണ് കാണാൻ സാധിക്കുമായിരുന്നു. ബക്കിനെ സഹായിക്കണമെന്നും പറഞ്ഞ് ഈ ഒരു തടാകത്തിനരികിൽ പോകുന്ന മാപ്പ് എടുത്ത് അവര് ബോട്ട് ആ വഴിയെ ഓടിച്ചു. പിറ്റേ ദിവസം ബക്ക് എണീക്കുമ്പോൾ ബോട്ടൊക്കെ ഇവർ നല്ല രീതിയിൽ ഓടിച്ചിട്ടുണ്ട്. ബക്കിന് ഫുഡെന്നും പറഞ്ഞ് ഇവർ വിഷക്കായാണ് പറിച്ചു വെച്ചേക്കുന്നത്. അപ്പൊ ഈ കാട്ടിലെ കാര്യങ്ങളൊന്നും ക്രാഷിന് വേണ്ടിക്ക് അറിയത്തില്ല. അതുപോലെ ഒരു ഓന്തിനെ പിടിച്ചു വെക്കുകയാണ് പെറ്റാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ആ ഓന്ത് തീ തുപ്പുന്ന ഓന്തായിരുന്നു. അങ്ങനെ ഇവര് ഓരോന്നൊക്കെ പറഞ്ഞ് അവസാനം ആ ഒരു തടാകത്തിനരികിൽ എത്തിയപ്പോഴാണ് ഇവരെ സഹായിക്കാം എന്ന് പറഞ്ഞത് മമ്മ ടീറെക്സിന്റെ കാര്യമാണെന്നുള്ളത് ക്രാഷിനും എഡിക്കും മനസ്സിലാവുന്നത്. മമ്മ ടീറെക്സിനാണെങ്കിൽ ഇച്ചിരി വയ്യ, അതിന് പല്ല് വേദനയാണ്. പല്ലെടുക്കാൻ വേണ്ടി നമ്മളൊക്കെ അനസ്തേഷ്യ കുത്തിവെക്കും. ഇവിടെ നമ്മുടെ സിയെ കൊണ്ട് നാറ്റക്കേസ് ഉണ്ടാക്കി മമ്മ ടീറെക്സിന്റെ ബോധം കളഞ്ഞിട്ടാണ് ബക്ക പല്ലെടുക്കുന്നത്. അങ്ങനെ മയങ്ങി കിടക്കുന്ന മമ്മ ടീറെക്സിന്റെ അടുത്തേക്ക് ദേ നമ്മുടെ ഓർസോൺ അവന്റെ റാപ്റ്റർ പടയുമായിട്ട് വന്നിരിക്കുകയാണ്. ഇവർ ഒരുപാട് ശ്രമിച്ചു ടീറെക്സിനെ ഉണർത്താൻ, പക്ഷേ പുള്ളിക്കാരി എണീക്കുന്നില്ല. അങ്ങനെ ബക്കും സിയും നമ്മുടെ ക്രാഷും എഡിയും തന്നെ അവിടെ ഫൈറ്റ് ചെയ്യേണ്ടതായിട്ട് വരികയാണ്. കുറെ നേരമൊക്കെ ഇവർ ഫൈറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ഈ
ഈ റാപ്റ്റർ പടയാവട്ടെ ക്രാഷിനെയും എഡ്ഡിയെയും മാമ ടിറക്സിനെയും മാത്രം ലക്ഷ്യം വെക്കുന്നത് കണ്ടപ്പോൾ ബക്ക് പറഞ്ഞു, സി നീ അവരെ കൂട്ടിക്കൊണ്ട് എങ്ങനെയും രക്ഷവിട്, ഇവർക്ക് മുന്നിൽ ഞാൻ നിന്നു കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിയെ കൺവിൻസ് ചെയ്യിപ്പിച്ച് ഇവരെ നല്ല സേഫ് ആക്കാൻ വേണ്ടി ബക്ക് വിചാരിക്കുകയാണ്. അങ്ങനെ ഇവള് പോയിട്ട് ക്രാഷിനോടും എഡ്ഡിയോടും ബക്ക് നമുക്ക് വേണ്ടി കുറച്ച് സമയം ഉണ്ടാക്കി തരും, അതിനിടയ്ക്ക് നമ്മൾ ഇവിടെ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നുണ്ട്. ബക്കിനെ കണ്ടതും നമ്മുടെ ഓർസോൺ അവനെ പെട്ടെന്ന് ഒരു കൂട്ടിലാക്കി ഇവിടെ നിന്ന് കൊണ്ടുപോവാണ്. സോ ഈ ഒരു വേൾഡിന്റെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ക്യാപ്റ്റൻ എന്ന പോലെ, പ്രൊട്ടക്ടർ എന്ന പോലെയാണ് ബക്കിനെ എല്ലാവരും കാണുന്നത്. ഇതൊക്കെ ആയപ്പോഴത്തേനും ജീക്കും ക്രാഷിനും എഡ്ഡിക്കും ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട്. കാരണം ബക്ക് ഇപ്പോൾ ഇവരുടെ കൂടെയില്ല. ഓർസോൺ അവരെ താവളത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എങ്ങനെയാണ് അവനെ രക്ഷപ്പെടുത്തുക, നമ്മൾ ഇനി എന്ത് ചെയ്യും മല്ലയ്യ എന്നും പറഞ്ഞ് നമ്മുടെ ക്രാഷും എഡ്ഡിയും ഇരിക്കുമ്പോൾ നമ്മുടെ സീ പറഞ്ഞു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെന്താ നീ അങ്ങനെ പറയുന്നത്? ഏതെങ്കിലും ശത്രുക്കൾ വന്നാൽ ചത്ത പോലെ അഭിനയിക്കാനേ ഞങ്ങൾക്കറിയത്തുള്ളൂ, ഞങ്ങൾക്ക് ഒരു ധൈര്യമില്ല എന്ന് ക്രാഷ് എഡ്ഡിയും പറയുമ്പോൾ, ധൈര്യം നിങ്ങളുടെ നെഞ്ചിലാണെന്നും പറഞ്ഞ് നമ്മുടെ സീ കാണിച്ചു കൊടുക്കാണ്. നെഞ്ചിലെന്ന് പറയുമ്പോൾ ഈ ഭാഗത്തുള്ള രോമങ്ങളിലാണോ ഞങ്ങളുടെ ധൈര്യം? എന്നാ നീ ഞങ്ങളെ ട്രെയിൻ ചെയ്യിപ്പിച്ച് തരാമോ, എങ്ങനെയാണ് അവനെ എതിർക്കേണ്ടതെന്ന്? ഇത് നമ്മുടെ സീ സമ്മതിച്ചു കൊടുക്കാണ്. ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് തരാം, നിങ്ങൾ ആ ട്രെയിനിങ് ഒക്കെ കഴിയുമ്പോഴേക്ക് ബക്കിനെ നമ്മൾ രക്ഷപ്പെടുത്തും, അല്ലാതെ അവനെ ഒരു ദുരന്തത്തിലേക്ക് പറഞ്ഞയക്കത്തില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആദ്യമായിട്ടും ഒരു മുളങ്കൂടിനുള്ളിലൂടെ ബുള്ളറ്റ് പോലെ കായ പറപ്പിക്കുന്ന രീതിയും അതുപോലെ കറക്റ്റായിട്ട് എയിം ചെയ്യുന്ന രീതിയും അങ്ങനെ കുറച്ചൊരു ചെറിയ മാർഷൽ ആർട്സും കാര്യങ്ങളൊക്കെ സീ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ നേരത്ത് മാനിയും കൂട്ടരും നമ്മുടെ ക്രാഷും എഡ്ഡിയും പോയേക്കുന്നത് ഈ ലോസ്റ്റ് വേൾഡിലേക്കാണെന്നുള്ളത് മനസ്സിലാക്കി അവർ ആ വഴി വരുന്നു. ഇവിടെ നമ്മുടെ സീയും ക്രാഷും എഡ്ഡിയും കൂടെ വാട്ടർ ഹോളിനടുത്തേക്കാണ് ഓർസോൺ ബക്കിനെ കൊണ്ടുപോയതെന്നറിഞ്ഞ് ആ വശത്തേക്കും വരികയാണ്. അടഞ്ഞു കിടന്നിരുന്ന വാതിലൊക്കെ തുറന്ന് നമ്മുടെ മാനിയും കൂട്ടരും അകത്തോട്ട് പ്രവേശിച്ചതും പെട്ടെന്ന് ആ അടഞ്ഞു കിടന്നിരുന്ന പാറ ഇവർക്ക് നേരെ വരുന്നുണ്ട്. ഇവരോടടാ ഓട്ടം. അങ്ങനെ അവരും ആ ഒരു സ്ഥലത്തേക്ക് ചാടി. ഇവർ ചാടി നിൽക്കുന്ന അവിടെ തന്നെ ആയിരുന്നു വാട്ടർ ഹോൾ എന്ന് പറയുന്ന സ്ഥലം ഉണ്ടായിരുന്നത്. ഇന്നേരത്ത് നമ്മുടെ ബക്കിനെ ഭീഷണിപ്പെടുത്തി റാപ്റ്റേഴ്സിന് അവനെ തീറ്റയായിട്ട് കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഓർസോൺ നിൽക്കുമ്പോഴായിരുന്നു നമ്മുടെ പിള്ളേര് അവിടേക്ക് ചാടി കയറി വരുന്നത്. അവർ വന്ന പാട് തന്നെ നമ്മുടെ സീ അവിടെ നാട്ടുകേസ് ഉണ്ടാക്കി കുറച്ചേറെ റാപ്റ്റേഴ്സ് അതോടുകൂടിയിട്ട് മയങ്ങി വീണു. ആ തക്കത്തിന് സീ ഇവനെ പോയി രക്ഷപ്പെടുത്തി. അങ്ങനെ ബക്ക് ഇപ്പോൾ റിലീസ് ആയിരിക്കുകയാണ്. അന്നേരം ക്രാഷും എഡ്ഡിയും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പറ്റുന്ന റാപ്റ്റേഴ്സിനെ ഒക്കെ അടിച്ചിടുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ മമ്മ ടീറക്സ് പറഞ്ഞിട്ട് നമ്മുടെ പിള്ളേര് ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരും ഈ ഒരു സംഘടിത പരിപാടിയിൽ കൂട്ടാളികളാവുന്നുണ്ട്. ഈ നേരത്ത് ബക്ക് നമ്മുടെ ഓർസോണിനെ കത്തിമുനയിൽ നിർത്തിയിരിക്കുമ്പോൾ ഓർസോൺ പറഞ്ഞു, എന്റെ റാപ്റ്റേഴ്സ് നിന്റെ ആ കുഞ്ഞുങ്ങളെ ഇപ്പൊ കൊന്നുകളയുമെന്ന്. എന്നാൽ ക്രാഷിനും എഡ്ഡിക്കും ഓർസോൺ ഇവരെ കൺട്രോൾ ചെയ്യുന്നത് തീ ഉപയോഗിച്ചിട്ടാണെന്ന് മനസ്സിലായപ്പോൾ അവരുടെ കയ്യിലുള്ള ആ തീ തുപ്പുന്ന ഓന്തിനെ ഉപയോഗിച്ച് അവർ ഈ റാപ്റ്റേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ക്രാഷും എഡ്ഡിയും സ്വന്തം പടയെ തന്നെ നമ്മുടെ ഓർസോണിന്റെ നേരെ തിരിക്കുകയാണ്. അങ്ങനെ ആ റാപ്റ്റേഴ്സ് തന്നെ നമ്മുടെ ഓർസോണിനെ ഇവിടെ നിന്ന് ഓടിപ്പിച്ച് എവിടേക്കോ കൊണ്ടുപോയി കളഞ്ഞു. ഇത് കാണുമ്പോൾ ബക്ക്, ആഹാ നിങ്ങളെ ചുണക്കുട്ടികളാണല്ലോ എന്നും പറഞ്ഞ് ക്രാഷിനെയും എഡ്ഡിയെയും സമാധാനപ്പെടുത്തി. അപ്പോഴാണ് ഇവര് അവരുടെ സഹോദരിയായ എല്ലിയെ കാണുന്നത്. പിള്ളേരെ, ഞാൻ നിങ്ങളെ ഒരുപാട് തെറ്റിദ്ധരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് മാനി വരെ അവരോട് സോറി പറഞ്ഞു. ഡിയാഗോയും പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് ഈ കഴിവുണ്ടാകുന്നൊന്നും വിചാരിച്ചിട്ടേ ഇല്ല എന്ന്. അങ്ങനെ ഈ കഴിവൊക്കെ എന്നെ പഠിപ്പിച്ചു തന്നത്, അല്ലെങ്കിൽ ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് സി ആണ്. പിന്നെ ഞങ്ങൾക്ക് തിരികെ വരാൻ താല്പര്യമില്ല. ഞങ്ങള് ബക്കിന്റെ കൂടെ ഇവിടെ ഈ അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് ജീവിച്ചാലോ എന്നാ വിചാരിക്കുന്നേ. എല്ലി, നീ അതിനെ സമ്മതിക്കോ എന്ന് ചോദിക്കുമ്പോൾ, നിങ്ങൾ ഇവിടെ ഞാനില്ലാതെ ഹാപ്പി ആയിരിക്കോ എന്ന് ചോദിക്കാണ് എല്ലി. ഹാപ്പി ആയിരിക്കുമല്ലോ, പക്ഷെ നിന്നെക്കുറിച്ച് ഓർമ്മകൾ വരും. ആ ഓർമ്മ വരുമ്പോ ഞങ്ങള് നിന്നെ കാണാൻ ഓടി വരും എന്ന് പറയാണ് നമ്മുടെ പിള്ളേര്. അപ്പൊ നമ്മുടെ എല്ലി പറഞ്ഞു, ശരി പിള്ളേരെ, എന്നാ നിങ്ങൾ ഇവിടെ ഇരിക്കുക, നിങ്ങളെ കാണാൻ തോന്നുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നോളാം എന്ന് പറഞ്ഞ് അവരൊന്നുകൂടി ചേർത്ത് പിടിച്ച് നമ്മുടെ മാനിയുടെയും കൂട്ടരുടെയും കൂടെ എല്ലി തിരികെ വരികയാണ്. അവൾക്ക് നല്ല സങ്കടം ഉണ്ടായിരുന്നു, അവരുടെ കുട്ടിക്കുറുമ്പൊന്നും ഇനി കാണാൻ സാധിക്കത്തില്ലല്ലോ എന്ന്. പക്ഷെ അവള് അവരുടെ ഈ പുതിയ കഥയും ചുവർ ചിത്രം പോലെ വരയ്ക്കുമ്പോൾ മാനി വിളിക്കുക, എടി എല്ലി, ദേ നിന്റെ അനിയന്മാര് വന്നേക്കുന്ന്, അവർക്ക് കുറച്ച് ചോറെടുത്ത് കൊടുക്കാൻ. ഇത് കേട്ടപ്പോ എല്ലി, ആഹാ ഒച്ചയും ബഹളമായി, ഇനി എന്തായാലും എൻജോയ്മെന്റ് ആയിരിക്കുമെന്നും പറഞ്ഞ് അവള് പോകുന്ന ഒരു സീനിലാണ് 2022 പുറത്തിറങ്ങിയ ഐസ് ഏജ് അഡ്വഞ്ചേഴ്സ് ഓഫ് ബക്ക് വൈൽഡ് എന്ന മനോഹരമായ ഈ ഒരു മൂവി അവസാനിക്കുന്നത്. സോ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഐസ് ഏജ് മൂവീസ് ഇഷ്ടമാണോ? നമ്മൾ കുറച്ച് മൂവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ ബാക്കി മൂവീസ് കൂടെ ചെയ്യാം. ഇതാണ് റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ സിനിമ കേട്ടോ. ബക്ക് വൈൽഡിന്റെ വേറൊരു മൂവി ഉണ്ട്,
അതിലാണ് ആ ഒരു ക്യാരക്ടർ ഇൻട്രോ ഒക്കെ വരുന്നത്. സോ കൂട്ടുകാർക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം, കമന്റ് ആയിട്ട് പറയാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്യുക കേട്ടോ. പിന്നെ ഈ വീഡിയോയിലെ പ്രധാന മെസ്സേജ് എന്ന് പറയുന്നത്, നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. നമ്മുടെ ചുറ്റുമുള്ളവർ നമ്മളെ നോക്കിയിട്ട് നീ ഒരു കഴിവില്ലാത്ത ആളാണ് അങ്ങനെയൊക്കെ പറയുമെങ്കിലും അവർ പറഞ്ഞത് അതേപോലെ ശരിയാണോ? അല്ല. നമുക്ക് നമ്മുടെ കഴിവുകൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു പരാജയമാണ്. നമ്മുടെ കഴിവ് നമ്മളിലൂടെ തന്നെ കണ്ടെത്തണം. അത് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ കഴിവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്കൊരു വാല്യൂ ഉണ്ടാകത്തുള്ളൂ. അതായത് ഒരു വലിയ ആന നമ്മൾ മനുഷ്യന്മാരെയൊക്കെ ഒരുപാട് സൈസുള്ള ഒരു ജീവിയാണ്. ആ ആനയ്ക്ക് അതിന്റെ വലിപ്പം തിരിച്ചറിയാത്തത് കൊണ്ടാണ് ഈ ഒരു പാപ്പാന് അത് ഒതുങ്ങുന്നത്. അപ്പോ നമ്മളെ പറ്റിയിട്ടുള്ള കഴിവ് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ അത് മറ്റുള്ളവര് ദുരുപയോഗം ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ കൂട്ടുകാര് അതൊന്ന് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. നമുക്ക് എല്ലാവർക്കും ഓരോരോ കഴിവുകളുണ്ട്. സോ കൂട്ടുകാരുടെ കഴിവ് എന്താണെന്നുള്ളത് കമൻ്റായിട്ട് പറയാൻ പറ്റുമെങ്കിൽ ജസ്റ്റ് പറഞ്ഞേക്കുക. നിങ്ങളുടെ മറ്റുള്ള അഭിപ്രായങ്ങളും, അതായത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടോ, ഇഷ്ടപ്പെടുന്നില്ലേ, എന്തെങ്കിലുമൊക്കെ സജഷൻസ് തരാനുണ്ടോ, സ്പീഡ് കൂടുതലാണോ, അല്ലെങ്കിൽ ബോറടിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് നമ്മളോട് പറയാനുണ്ടായിരിക്കുമല്ലോ. ഇതൊന്നും കൂടാതെ ബർത്ത്ഡേ വിഷുകൾ പറയാനുണ്ടായിരിക്കും, വീഡിയോക്കിടയിൽ ഹായ് പറയണമെന്നുണ്ടായിരിക്കും, പേരുകൾ പറയണമെന്നുണ്ടായിരിക്കും. അതൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. പക്ഷേ ബർത്ത്ഡേ വിഷാണെങ്കിൽ ബർത്ത്ഡേയുടെ ഒരു ആഴ്ച മുൻപെങ്കിലും നിങ്ങൾ ബർത്ത്ഡേ എന്താണെന്നും ബർത്ത്ഡേ ആഘോഷിക്കുന്ന ആളുടെ പേരെന്താണെന്നും കമൻസ് ആയി പറഞ്ഞാൽ മാത്രമാണ് ബർത്ത്ഡേയുടെ അന്നത്തെ വീഡിയോയിൽ നമുക്ക് ആ വിഷ് ഇടാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി മൂവി ആയിട്ട് വീണ്ടും കാണാവേ. അതുവരേക്ക് സേഫ് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ ബൈ.